ജഗതൻ ആദാമ്യര് സാത്താൻ മൃതിവർത്തൻ അടിമയിൽ ഏറ്റിടുവാൻ മെയ്യേ ദിയവീരാസ്തോത്രം നിർത്തിയിടരുതേ മാതാവേ ഞങ്ങൾക്കായുൾ അർത്ഥനയെ ഞങ്ങളിലാർദ്രത തോന്നിടാൻ ഏകാത്മജനോടാ പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോട് അടികളെയും തൻ കോപത്തിൻ വടികളെയും മായിച്ചിടാൻ. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ബാറഖ്മോർ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ആദ്യം മുതൽ ഇന്ന് വന്നേക്കും തന്നെ. ആമീൻ. കാരുണ്യവാനും മനുഷ്യ സ്നേഹമുള്ളവനുമായ സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ കരുണയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ദൈവനു വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങൾ ബലഹീനരും പാപികളും തിരുസന്നിധിയിൽ കുറവുള്ളവരുമാകുന്നുവെങ്കിലും വിശുദ്ധ മാമോദീസായാൽ നിന്നോട് ചേരുകയും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുകയും അവിടുത്തെ മക്കളായി തീരുകയും ചെയ്തിരിക്കുന്നു. പുത്രത്വത്തിന്റെ അവകാശത്തോടുകൂടെ സ്വർഗസ്ഥ പിതാവേ എന്ന് വിളിക്കത്തക്ക രീതിയിൽ ഞങ്ങൾ തിരുസന്നിധിയിൽ അടുത്തു വരുന്നു. കർത്താവെ, തിരുമുഖം ഞങ്ങളിൽ പ്രകാശിപ്പിക്കണമേ. ഈ പ്രബോധന ശുശ്രൂഷയ്ക്കായി ഞങ്ങളെ ഒരുക്കണമേ. അനുതാപികളെ സ്നേഹിക്കുന്നവനും പാപികളുടെ തിരിച്ചുവരവൻ ആഗ്രഹിക്കുന്നവനുമായ കർത്താവെ, അനുതാപത്തിന്റെ വാതിൽ തുറക്കുന്ന വലിയ അനുതാപ ദിവസങ്ങളിൽ തിരുസന്നിധി ഞങ്ങൾ അടുത്തു വരുന്നു. ഞങ്ങൾ അനുഷ്ഠിക്കുന്ന നോയമ്പ് മുഖാന്തരം ഞങ്ങളുടെ ബലഹീനതകളെ കുറിച്ചുള്ള അവബോധം ഞങ്ങൾക്ക് നൽകണമേ. സത്യ അനുതാപത്തോടെ തിരുസന്നിധിയിൽ അടുത്തു വരുവാനും ദൈവരാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുവാനും അവിടുന്ന് ഞങ്ങളെ ശക്തീകരിക്കണമേ. ശുദ്ധിമതിയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അപേക്ഷയെ മുടക്കരുതേ. ഏകപുത്രൻ ഞങ്ങളെല്ലാവരിലും കരുണ ചെയ്യുവാൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകലത്തിന്റെയും നാഥനായ കർത്താവേ, നിന്നെ ശുശ്രൂഷിച്ച നബിയന്മാരുടെയും അവിടുത്തെ സുവിശേഷം പ്രസംഗിച്ച ശ്ലീഹന്മാരുടെയും പ്രാർത്ഥനകളാലും അപേക്ഷകളാലും നടപടിയായി ശുശ്രൂഷയെ നിർവഹിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. കർത്താവെ, വിശ്വാസികളായ ഞങ്ങളുടെ വാങ്ങിപ്പോയവരെ അവിടുന്ന് പുണ്യപ്പെടുത്തണമേ. സ്തുതിയും സ്തോത്രവും ഞങ്ങൾ അങ്ങയ്ക്കും അവിടുത്തെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കുന്നു, ഇപ്പോഴും എല്ലായ്പ്പോഴും ഇന്ന് വന്നേക്കും തന്നെ. ആമീൻ. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിവന്യ അന്തോന്യോസ് തിരുമേനി, വന്യനായ കോറപ്പീസ്കോപ്പ അച്ഛൻ, ബഹുമാന്യരായ വൈദികരെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ദൈവസന്നിധിയിൽ പ്രബോധന ശുശ്രൂഷയ്ക്കായി നമ്മെ തന്നെ സമർപ്പിക്കാം. വ്യക്തിപരമായ നമ്മുടെ അറിവോ കഴിവോ അല്ല, സർവശക്തന്റെ കരുണയാണ് ഈ ശുശ്രൂഷയ്ക്ക് നമ്മെ പ്രാപ്തരാക്കുന്നത്. ഇടയനില്ലാത്ത ആടുകളെ പോലെ ചിതറിയവരും കുഴഞ്ഞവരുമായ ജനതയെ കണ്ടിട്ട് അവരിൽ മനസ്സലിഞ്ഞ് തിരുവായി മൊഴിഞ്ഞ് അരുൾ ചെയ്തവനായ സർവശക്തൻ സമാരംഭിക്കുകയും പരിശുദ്ധ സഭയാകുന്ന ക്രിസ്തുവിന്റെ മണവാട്ടിയെ പരമേൽപ്പിച്ച് പരിശുദ്ധ സഭ അനസ്യൂതമായി തുടരുകയും ചെയ്യുന്ന ഈ തിരുവചന ശുശ്രൂഷയ്ക്ക് നമ്മൾ യോഗ്യരല്ല എങ്കിലും തിരുസന്നിധിയിൽ നമുക്ക് അഭയം പ്രാപിക്കാം. നമുക്ക് വിശുദ്ധ മാമോദീസായിലൂടെ ലഭിച്ച പരിശുദ്ധാത്മാവിന്റെ പ്രോജ്വലനം മുഖാന്തരം ഈ ശുശ്രൂഷ നടപടിയായി നിർവഹിക്കുവാൻ സർവശക്തനായി ദൈവം നമുക്ക് കരുണ നൽകട്ടെ. നാം അധിവസിക്കുന്ന ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ ശുശ്രൂഷകളും ആരാധനകളും ഒക്കെ കേവല ക്രമീകരണങ്ങളായി അധപ്പതിക്കുന്ന ഒരു പ്രതീതി നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട്. മതജീവിതം സംഘടനാപരമായ വളർച്ചയാണെന്നും ആധ്യാത്മികത എന്ന് പറയുന്നത് വ്യക്തിപരമായ നിലനിൽപ്പിന്റെ അടിസ്ഥാനമാണ് എന്നുമൊക്കെയുള്ള ചിന്ത ഇന്നത്തെ കാലഘട്ടത്തിൽ അധികമായി ആത്മീയ നേതൃത്വത്തെയും വിശ്വാസ സമൂഹത്തെയും ഭരിക്കുന്നുണ്ട്. നസ്രായക്കാരൻ യേശു ലോകത്തിന് കാണിച്ചു തന്ന ദൈവരാജ്യത്തിന്റെ മർമ്മം ഇന്നത്തെ സംഘടിത മതജീവിതത്തിൽ നിന്ന് അന്യമാണ് എന്ന സത്യം യഥാർത്ഥത്തിൽ
യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. ജീവന്റെ സുവിശേഷം ഇടയനില്ലാത്ത ആടുകളെ പോലെ ചിതറിയവരും കുഴഞ്ഞവരുമായ പുരുഷാരത്തെ ദൈവസന്നിധിയിൽ ഒരുമിപ്പിച്ചു ചേർത്ത് അവർക്ക് സത്യ ആരാധനയെ കുറിച്ചും ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ കുറിച്ചുമുള്ള പ്രബോധനം നൽകുക എന്നതായിരുന്നു. അതനുസരിച്ച് ക്രിസ്തുവിന്റെ നല്ല സാക്ഷികളായി ജീവിക്കുക എന്നത്, അതാണ് മനുഷ്യനെ കുറിച്ചുള്ള ദൈവനിശ്ചയം എന്ന് തിരിച്ചറിയുവാൻ അനേകർക്ക് സാധിച്ചു. ക്രിസ്തു ശരീരമാകുന്ന പരിശുദ്ധ സഭയുടെ ദൗത്യം എന്ന് പറയുന്നത് ഉത്ഥിതനായ യേശു ക്രിസ്തുവിനെ ലോകത്തിന് കാണിച്ചു കൊടുക്കുക എന്നതാണ്. വ്യക്തികളായി നമുക്കേവർക്കും വ്യക്തിപരമായ ജീവിത സുഖത്തെക്കാൾ ഉപരി കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വഹിച്ചാണെങ്കിലും ക്രിസ്തുവിനെ സാക്ഷിക്കുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അവിടെ ആത്മീക ജീവിതത്തിന് പ്രസക്തി ഉണ്ടാകും. ആത്മീക അപജയത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ നമുക്ക് സാധിക്കും. മതം വളരുകയും ആത്മീക തളരുകയും ചെയ്യുന്ന ഇന്നത്തെ സാഹചര്യത്തിന് വ്യത്യാസമുണ്ടാകും. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, സംഘടിതമായ ആധ്യാത്മികതയും സംഘടനാപരമായ മതത്തിന്റെ വളർച്ചയും അത് ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നതിന് ഒരു ഉദാഹരണം വേദപുസ്തകത്തിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. യോശുവ പ്രവചനം 6-ാം അധ്യായം 26-ാമത്തെ വാക്യം. യോശുവ പ്രവചനം 6-ാം അധ്യായം 26-ാമത്തെ വാക്യം. വാക്യം ഇപ്രകാരമാണ്: ഈ യെരിഹോ പട്ടണം പണിയുവാൻ തുനിയുന്ന മനുഷ്യൻ യഹോവയുടെ മുൻപാകെ ശപിക്കപ്പെട്ടവനാകുന്നു. ഈ യെരിഹോ പട്ടണം പണിയുവാൻ തുനിയുന്ന മനുഷ്യൻ യഹോവയുടെ മുൻപാകെ ശപിക്കപ്പെട്ടവനാകുന്നു. ദൈവജനം മിസ്രൈമിലെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട മരുഭൂമിയിലൂടെയുള്ള പ്രയാണത്തിന്റെ അന്ത്യം, അവർക്ക് വഴി നടത്തിയ, അവർക്ക് നേതൃത്വം നൽകിയ എബ്രായ ചരിത്രത്തിന്റെ നെടുന്തൂണായ മോശ പിസ്ഗാ കൊടുമുടിയിൽ നെബോ പർവ്വതത്തിൽ വെച്ച് ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു. മോശയുടെ അസാന്നിധ്യത്തിൽ ഇസ്രായേൽ ജനതയെ നയിക്കുന്നത് യോശുവയാണ്. യഥാർത്ഥത്തിൽ പുതിയ നിയമം പഴയ നിയമം ഇത് രണ്ടും ചേർത്ത് പഠിക്കുമ്പോൾ പുതിയ നിയമസഭയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് സുറിയാനി പാരമ്പര്യത്തിൽ എബ്രായ ചരിത്രത്തിൽ മോശയേക്കാൾ അധികം പുതിയ നിയമ ജീവിത സാഹചര്യത്തിന് അനുയോജ്യമായി പിതാക്കന്മാർ വരച്ചു കാണിക്കുന്നത് യോശുവയെയാണ്. വളരെ ശക്തമായ ഒരു ചിന്ത സുറിയാനി സഭ പാരമ്പര്യത്തിൽ യോശുവയെ കുറിച്ചുണ്ട്. കാരണം പഴയ നിയമം ഒരു മാതൃകയും പ്രതീകവുമാണെങ്കിൽ പുതിയ നിയമം ഒരു യാഥാർത്ഥ്യമാണ്. ആദാം മുതൽ മലാഖി വരെയുള്ള എല്ലാ വ്യക്തികളെയും, പഴയ നിയമ ശ്രേഷ്ഠരായ വ്യക്തികളെയും യേശു ക്രിസ്തുവിന്റെ പ്രതീകമായി ചിത്രീകരിക്കുന്ന പാരമ്പര്യം സുറിയാനി പാരമ്പര്യത്തിൽ പഴയ നിയമ വ്യാഖ്യാനത്തിനുണ്ട്. എന്നാൽ സുറിയാനി പാരമ്പര്യത്തിൽ ഏറ്റവും അധികം യേശു ക്രിസ്തുവിന്റെ പ്രതീകമായി പഴയ നിയമത്തിൽ വരച്ചു കാണിക്കുന്നത് മോശയെക്കായാലും അബ്രഹാമിനേക്കായാലും അധികം നമ്മുടെ പിതാക്കന്മാര് യേശു ക്രിസ്തുവിന്റെ പഴയ നിയമ പ്രതീകമായി വരച്ചു കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത് യോശുവ പ്രവാചകനെയാണ്. കാരണം യോശുവയും യേശുവും തമ്മിൽ എബ്രായക്കാരുടെ കാഴ്ചപ്പാടിൽ പേരിൽ തന്നെ സാധർമ്യമുണ്ട്. അതിനേക്കാൾ ഉപരി പ്രവർത്തന സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ മോശയേക്കാൾ ഉപരി എബ്രായ ചരിത്രത്തിന്റെ നെടുന്തൂണായി മോശയെ പോലെ ഒരു പ്രവാചകൻ എന്ന എബ്രായ ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്ന മശിഹായെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ പഴയ നിയമ പാരമ്പര്യം വിട്ടിട്ട് മോശയേക്കാൾ ഉപരി യേശു ക്രിസ്തുവിന്റെ ശക്തമായ പ്രതീകമായി പഴയ നിയമത്തിൽ യോശുവയെ കുറിച്ച് പറയുന്നതിന്റെ കാരണം, ഒന്നാമത്തെ കാരണം, മോശ ജനതയെ വിടുവിച്ചു, വാഗ്ദത്ത നാട്ടിലേക്ക് വഴി നടത്തി. എന്നാൽ വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കുവാൻ മോശയ്ക്ക് സാധിച്ചില്ല. ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ മോശയേക്കാൾ ഉപരി യോശുവയെ യേശുവിന്റെ പ്രതീകമായി സുറിയാനിക്കാർ ചിത്രീകരിക്കും. കാരണം ജനതയോടുകൂടെ കഷ്ടപ്പെട്ടു, ജനതയോടുകൂടെ ചെങ്കടൽ കടന്നു, ജനതയോടുകൂടെ 40 സംവത്സരം മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു. എന്നാൽ നെബോ പർവ്വതത്തിൽ അവസാനിക്കാതെ വാഗ്ദത്ത നാട്ടിൽ കാലുകുത്തുവാൻ യോശുവയ്ക്ക് സാധിച്ചു. അതിനേക്കാൾ ഉപരി യോശുവ വാഗ്ദത്ത നാട്ടിലേക്കുള്ള പ്രവേശനത്തിന്റെ ആരംഭമായി